നമസ്കാരം. ഈ വീഡിയോ ചെയ്യുന്നത് പൂർണ്ണമായും 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകം പുതിയ പാഠപുസ്തകമാണ്. 8ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകം പുതിയ പാഠപുസ്തകമാണ്. അപ്പോൾ ഈ പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങൾ ഇപ്പോൾ മോഡൽ എക്സാം നടക്കുക. ഈ മോഡൽ എക്സാം നടക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി മുതൽ നമ്മുടെ 10ാം ക്ലാസ്സിലെയും ഈ പറയുന്ന പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ്, അതായത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലാണ് കൂടുതലായി ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം പറയുകയാണേ. നിങ്ങൾക്ക് തന്ന മോഡൽ മാതൃക, അതായത് മോഡൽ പരീക്ഷയിൽ നിങ്ങളോട് ചോദിച്ച കാര്യങ്ങളിലെ ബേസ് വെച്ച് തന്നെയായിരിക്കും നിങ്ങളുടെ ഫൈനൽ ഇയർ എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടാവുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം നടത്തുന്നത്. എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ്. നമ്മളാരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ, ഈ മോഡൽ എക്സാം എന്തിനാണ് നടത്തുന്നത് എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത്. മോഡൽ എക്സാം നടത്തുമ്പോൾ നമ്മൾ ഫൈനൽ എക്സാമിന് എന്താണോ വരാൻ സാധ്യതയുള്ളത് അതിൻ്റെ ഒരു ബേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഞാൻ സോഷ്യൽ സയൻസ് നോക്കി, കെമിസ്ട്രി നോക്കി. എൻ്റെ കെമിസ്ട്രിയുടെ ചോദ്യ പേപ്പർ കാണുമ്പോൾ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മോഡൽ പേപ്പറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരം എക്സാമുകൾക്ക് ആ പാറ്റേണിൽ എങ്ങനെ പഠിക്കാമെന്നുള്ളത് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ഫൈനൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി മോഡൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഫൈനൽ എക്സാം ടഫായിക്കൂടാ എന്നൊന്നുമില്ല. ചില ആൾ പറയും മോഡൽ എക്സാം ഭയങ്കര ടഫായിരുന്നു, അതുകൊണ്ട് തന്നെ ഫൈനൽ എക്സാം ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല കുട്ടികളെ. എന്താണോ മോഡൽ എക്സാം അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഫൈനൽ എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇത് 10ാം ക്ലാസ്സിൽ ഉപകാരപ്പെടുന്ന, 9ാം ക്ലാസ്സിൽ ഉപകാരപ്പെടുന്ന, 8ാം ക്ലാസ്സിൽ ഉപകാരപ്പെടുന്ന നമ്മുടെ കൊച്ചു സുഹൃത്തുക്കൾക്കായി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.